ജൂൺ 1 ആയി കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനത്തെ ഒരു വീഡിയോ മസ്റ്റാണ്. ഞാൻ ഈ വീഡിയോ ഒക്കെ എടുക്കുന്ന ഓരോ മെമ്മറീസ് ആയിട്ടാണ് കരുതണേ. ഇടയ്ക്ക് വന്ന് നോക്കി കാണാം. കുറച്ച് ദിവസത്തിന് ശേഷം രാവിലെ നേരത്തെ എണീക്കണേൻ്റെ ഒരു മടി ഇല്ലാതില്ല. ഒരുപാട് നേരത്തെ ഒന്നും അല്ല കേട്ടോ, 6 മണിയായിട്ടുണ്ട്. പിള്ളേർക്ക് ഇപ്പം എണീക്കണ്ട, കുറച്ച് നേരം അവിടെ കഴിഞ്ഞിട്ട് മതി. അതാണ് ഞാൻ അങ്ങ് എണീറ്റ് പോവാന്ന് വെച്ചു. അപ്പത്തിന് കരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അത് പുളിച്ചിട്ടുണ്ട് കേട്ടോ. ഇന്നിപ്പോൾ ചോറൊന്നും കൊണ്ടുപോകണ്ടല്ലോ, അതുകൊണ്ട് വലിയ ജോലിയൊന്നും. ഞാനൊന്ന് അങ്ങോട്ട് മാറി ഇങ്ങോട്ട് മാറി ഇടന്നപ്പോഴേക്കും ഇന്ന് രണ്ടുപേരും അലാറം അടിച്ചപ്പോൾ തന്നെ എണീറ്റ് വന്നിട്ടുണ്ട്. ഈ ഉത്സാഹം എല്ലാ ദിവസവും കണ്ടാൽ മതിയായിരുന്നു. അങ്ങനെ കുറേ നാളിന് ശേഷം രാവിലെ 7 മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് കുളിയൊക്കെ കഴിഞ്ഞ് അതേ എല്ലാവരും റെഡി ആവാൻ നിൽക്കണ പരിപാടി. യൂണിഫോം ഒന്നും തയ്ച്ചിട്ടാത്തതുകൊണ്ട് രണ്ടുപേരും കളർ ഡ്രസ് ഇട്ടുകൊണ്ടാ പോയെ. സ്കൂളിൽ നിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഒന്ന് യൂണിഫോം വേണമെന്ന്. ഞങ്ങൾക്ക് കിട്ടിയില്ലാത്തതുകൊണ്ട് ഞങ്ങൾ കളർ ഡ്രസ് ഇട്ടുകൊണ്ടാണ്. ഇന്ന് ആദ്യത്തെ ദിവസമായിരുന്നു. ബുക്കും ബാഗൊക്കെ നേരത്തെ എടുത്തു വെച്ചു കേട്ടോ. ഇന്നിപ്പോൾ ഇത്തിരി വെള്ളം മാത്രം ബാക്കി എടുത്തു വെച്ചാൽ മതിയല്ലോ. ബാക്കി എല്ലാ പരിപാടിയും ഇന്നലെ തന്നെ എടുത്ത് റെഡിയാക്കി ബാഗിൽ വെച്ചു. ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും വണ്ടിയിൽ പോകുമ്പോഴൊക്കെയാണ് ഞങ്ങളുടെ വിശേഷം പറിച്ചത്. അങ്ങനെ എന്തൊക്കെയോ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ചിരിച്ചുകൊണ്ടിരിക്കണതാണ്. സേബുവിന് ഇപ്പോൾ മുടിയില്ലാത്തതുകൊണ്ട് മുടി കെട്ടിക്കിടക്കണ്ട, അവള് തന്നെ ഈരി ഹെയർ ബാൻഡൊക്കെ വെച്ചാൽ മതിയല്ലോ. അപ്പോൾ ഓരോ സ്റ്റൈലിൽ ഈര് നോക്കുക. അപ്പോൾ ഞങ്ങളിങ്ങനെ അതിനെപ്പറ്റി ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ ഞങ്ങൾ 3 പേരും കൂടെ റെഡി ആയിട്ട് സ്കൂളിൽ പോകാൻ ഇറങ്ങിട്ടോ. പിന്നെ വീഡിയോ അങ്ങനെ 2 മാസത്തിന് ശേഷം ഞാൻ സ്കൂളിൽ എത്തി കഴിഞ്ഞപ്പോൾ പിള്ളേരെല്ലാവരും വന്ന് കുറേ വർത്താനം പറഞ്ഞു. എല്ലാവരും വീഡിയോ കാണാറുണ്ടായിരുന്നു. അതുകൊണ്ട് പറഞ്ഞു ചേച്ചിയുടെ വീഡിയോസൊക്കെ എല്ലാ ദിവസവും ഞങ്ങൾ കാണാറുണ്ടെന്നൊക്കെ പറഞ്ഞ് എല്ലാവരും കുറേ വർത്താനം പറഞ്ഞിട്ടാണ് പോയത്. എല്ലാ മക്കൾക്കും ഈ വർഷം നല്ലൊരു വർഷമായിട്ടിരിക്കട്ടെ കേട്ടോ. നന്നായിട്ട് പഠിച്ച് നല്ല മാർക്കൊക്കെ മേടിക്കാൻ എല്ലാവർക്കും പറ്റട്ടെ.